ഇന്ന് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും ഹോമിയോ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ കാണാനും പറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ പലതരത്തിലുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എനിക്കറിയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി തന്നെ ആണെങ്കിൽ നെല്ലപ്പാറ, ഉടുമ്പന്നൂർ, ഇരട്ടയാർ ഡാമിൻ്റെ അടുത്ത്, പിന്നെ മൂന്നാർ, ദേവികുളം, ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട നോക്കിക്കഴിഞ്ഞാൽ അരുവാപുരം, മണ്ണിറ, പന്തളം ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി, പിന്നെ ആനിക്കാട്, മല്ലപ്പള്ളി. പിന്നെ വയനാട് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് വൈത്തേരി, പൂതാടി, മീനങ്ങാടി, പൂതാടി, അങ്ങനെയുള്ള ഇരളം. അങ്ങനെ കണ്ണൂർ നോക്കിക്കഴിഞ്ഞാൽ വാണിയപ്പാറ, മലപ്പുറം നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂർ, ചോക്കാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുഴിയുടെ മണ്ഡലം വേങ്ങര, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുള്ള മിക്ക 20 ഗവൺമെൻറ് ഡിസ്പെൻസറികളോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിക്ക ജില്ലകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേഷ്യൻസിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്തിച്ചെല്ലാൻ പറ്റാത്ത കുറച്ച് കോളനികളും കാട്ടിനകത്ത് കുറേ കോളനികളും ഒക്കെ ഉണ്ടല്ലോ. ആ സ്ഥലങ്ങളിലൊക്കെ ഞാൻ മെഡിക്കൽ ക്യാമ്പിന് പോയിട്ടുണ്ട്. ഏത് ക്യാമ്പിന് വിളിച്ചാലും ഞാൻ പോകുമായിരുന്നു. അങ്ങനെ അവിടുത്തെ ആൾക്കാരുടെ രീതികളും ആൾക്കാരുടെ വിഷമങ്ങളും ഒക്കെ നേരിട്ട് കാണാനും അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കാണ്. ഞാൻ കുറച്ച് 2-3 മാസം കുറച്ച് തിരക്കായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ ക്ലാസ് ഒന്നും എടുക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ പല ടോപ്പിക്കിനെ കുറിച്ച് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നില്ല, കുറച്ച് തിരക്കാണ്. ഡോക്ടേഴ്സ് ഡേ ആയതുകൊണ്ട് ഉറപ്പായിട്ടും എന്തെങ്കിലും നമുക്ക് പറയണമല്ലോ. ഞാൻ പഠിച്ച തിരുവനന്തപുരം ഹോമിയോപ്പതി കോളേജിലെ ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന 2-3 വ്യക്തികളുണ്ട്. അത് ഒന്നെന്ന് പറയാൻ ഞങ്ങളുടെ പ്രിൻസിപ്പൾ നിഷ പോൾ മേഡം. ഞാൻ ജീവിതത്തിൽ ഞാൻ എന്ന് മരിക്കുന്നു അന്ന് വരെ മറക്കാത്തൊരു മേഡമാണ് നിഷ പോൾ മേഡം. പിന്നെ ജെമിനി മേഡം, പിന്നെ ശ്രീലത മേഡം ഒക്കെ. അവരെ ഞാൻ എന്നും ഓർക്കും. പിന്നെ ഒരു DMO പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നീ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ടല്ലേ നിനക്ക് ഇത്രയും ജില്ലകൾ എനിക്ക് കാണാൻ പറ്റിയെന്ന്. സത്യം ആ ഡോക്ടർ പറഞ്ഞു, ആ സാറ് പറഞ്ഞത് വളരെ സത്യമാണ്. അതിൽ ഞാൻ എപ്പോഴും അഭിമാനമുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം എല്ലാ ജില്ലയിലും എനിക്ക് പേഷ്യൻസ് ഉണ്ട്. എല്ലാ ജില്ലയിലും ഞാൻ മെഡിസിൻ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുമുണ്ട്. എല്ലാ ജില്ലകളിലും മേജറായിട്ടുള്ള അസുഖങ്ങൾ മാറ്റിക്കൊടുത്ത റിസൾട്ടും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഏത് ജില്ലയിൽ ചെന്നാലും എന്നെ സഹായിക്കാൻ വേണ്ടി ആ ജില്ല ഒരാളെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് ഹോമിയോപ്പതിയിലാണ്. കാരണം എനിക്ക് അങ്ങനെ കണക്ഷൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലയിലും ഉണ്ട്. അത് ഞാനൊരു ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ടാണ് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. ഓക്കെ.